ഇപ്പോൾ ദീപാരാധനയുടെ സമയമായിരിക്കുകയാണ്. കൈകൂപ്പി നിൽക്കുന്ന ഭക്തജന ലക്ഷങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പലരും അതേ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുന്നവരാണ്, രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്നവരാണ്. അമ്മയെ കണ്ട് തൊഴുതു മടങ്ങാനുള്ള ആ ഒരു കാത്തിരിപ്പിലായിരുന്നു ഓരോരുത്തരും. ഇപ്പോഴാ അമ്മയ്ക്ക് വേണ്ടി അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രം ഉരുവിട്ട് ഭക്തജന ലക്ഷങ്ങൾ ഇവിടെ ഇതായി ദീപാരാധന തൊഴുന്ന ആ വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആറ്റുകാൽ ക്ഷേത്ര സന്നിധി അക്ഷരാർത്ഥത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു രാത്രി ഇരുട്ടി വെളുത്താൽ ഈ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറും. സാധാരണഗതിയിൽ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് പൊങ്കാല സമർപ്പണം ഉണ്ടാവാറുള്ളതെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ആ ഒരു നഗരപരിധിയും പിന്നിട്ട് അടുപ്പ് കൂട്ടുന്ന ഒരു കാഴ്ച. ഇത്തവണയും അതുപോലെ തന്നെയാണ്. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ സംഗമത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ ഒരുമയുടെ ഒരു കാഴ്ച കൂടിയായി മാറുന്നതാണ് ആറ്റുകാൽ പൊങ്കാല. കാരണം ഒരു വർഷം വന്നുപോയ ചേച്ചിമാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവയ്ക്കും ആറ്റുകാൽ അമ്മയെ കണ്ട് അവരുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണത്തിന്റെ വിശേഷങ്ങൾ. അങ്ങനെ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ കേട്ട് അടുത്ത വർഷം ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരും. അവരവരുടെ സുഹൃത്തുക്കളെയും കൂട്ടി പിന്നത്തെ തവണ വരുന്നത് വലിയൊരു ടീമായിട്ടായിരിക്കും. അങ്ങനെ ഒരു ഒരുമയുടെ കാഴ്ച കൂടി നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ സമയത്ത് വലിയ രീതിയിൽ കാണാനായി സാധിക്കും. ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ ദേവീ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര സന്നിധി മുഴുവനായും. ആറ്റുകാൽ ക്ഷേത്ര സന്നിധി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഈ അനന്തപുരിയിൽ എവിടെ നോക്കിയാലും ഉത്സവ പ്രതീതി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്രയധികം ഭക്തജന ലക്ഷങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വർണ്ണാഭമായ വെളിച്ചങ്ങളും അതുപോലെ തന്നെ ഈ ഒരു അനന്തപുരിയിലുള്ള ഓരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വരെ ഗാനമേളകളും അതുപോലെ തന്നെ കലാപരിപാടികളും ഒക്കെയായി വലിയ രീതിയിൽ ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തജന ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. നാളെ കൃത്യം 9:15 തന്നെ ചടങ്ങുകൾ എല്ലാം ആരംഭിക്കും. ആ ചടങ്ങുകളുടെ ക്രമീകരണം ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കായി പറഞ്ഞുതരാം. നാളെ കൃത്യം 9:15 ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൽ കൃത്യമായി കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിനെ വധിച്ച ഭാഗം തോറ്റം പാട്ടുകാർ പാടിത്തുടങ്ങുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. 9:45 അടുപ്പുവെട്ടൽ ചടങ്ങ്, പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നു. പിന്നെ തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. കൃത്യം 2:15 ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത്. നാളത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണവും ഒത്തുവരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ ദർശനത്തിന് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഒരു 2:30 അടയ്ക്കുന്ന നട പിന്നെ തുറക്കുന്നത് രാത്രി കൃത്യം 7 മണിക്കായിരിക്കും. നാളെ ചന്ദ്രഗ്രഹണവും ആറ്റുകാൽ പൊങ്കാലയും ഒന്നിച്ചു വരുന്ന ദിവസമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ക്രമീകരണമുള്ളത്. സാധാരണ പൊങ്കാല ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നാളെ നടയടക്കുന്ന ചടങ്ങിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. പിന്നീട് കൃത്യം രാത്രി 8:45 ഇവിടെ നട തുറക്കുകയും ചെയ്യും. പിന്നീട് ഭക്തർക്ക് ദർശനത്തിനുള്ള സമയവും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നാളത്തെ ക്രമീകരണങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ചിരിക്കുന്ന പൊങ്കാല മഹോത്സവം ഇതാ നാളെ കുംഭമാസത്തിലെ പൂരം നാളിൽ ഇനി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി ഭക്തജന ലക്ഷങ്ങൾ കാത്തിരുന്ന ആ ഒരു ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ദീപാരാധന തൊഴുത ഭക്തജന ലക്ഷങ്ങൾ ഇങ്ങനെ അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇനിയും വിശേഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുണ്ട്. കോട്ടയിൽ നിന്ന് രാഹുൽ ജി നാഥ് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഹുൽ, അവിടുത്തെ കാഴ്ചകൾ എന്താണ്? പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലായിടത്തും വർണ്ണാഭമായ വെളിച്ചങ്ങളും ഭക്തിഗാനങ്ങളും തന്നെയാണ് കേൾക്കാനും കാണാനും കഴിയുന്നത്. എല്ലാ കണ്ണുകളും കാതുകളും എല്ലാ വഴികളും പോലും അനന്തപുരിയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ എന്താണ്, പറയൂ. ഒരു കാര്യം നമ്മൾ കണ്ടത് അത്രമാത്രം മനോഹരമായി അമ്മയെ ഒരുക്കിയിരിക്കുകയാണ്, ദേവി ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ വന്ന് ആളുകൾ കാത്തുനിന്ന് കണ്ടു മടങ്ങുകയാണ്. അത്രമാത്രം വലിയ ഒരു സന്തോഷവും തിളക്കവും മുഖത്തുണ്ട്. അത്രമാത്രം ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തലസ്ഥാനം സംബന്ധിച്ച് എന്ത് ഉത്സവമായാലും എന്ത് കാര്യമായാലും അത് ദീപങ്ങളുടെയും വിളക്കുകളുടെയും ആ തിളക്കത്തിൻ്റെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമാണ്. തിരുവനന്തപുരത്ത് എല്ലാ വർഷവും വരുമ്പോൾ അതിന് തിളക്കം കൂടിയില്ലെങ്കിലേ വഴിയുള്ളൂ. എന്തായാലും ഏറ്റവും പ്രധാനമായി ആളുകൾ ഇവിടെ വരുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, അവർ നന്നായി നോക്കി നിൽക്കുന്നു എന്ന് കാണുന്ന ആ കൗതുകം കൂടി. അതായത് വലിയ ക്ഷീണത്തിലൊക്കെ വരുന്നവരാണ് വീട്ടിലേക്ക് മടങ്ങാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടയിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഇവിടെ
കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പൊള്ളാച്ചിന്ന് വരെയാണ്. പൊങ്കാലയിടാൻ വന്നാണോ? അതെ അതെ അതെ. ആണോ? തമിഴ്നാട്ടിൽ നിന്ന് എന്ന് വരാറുണ്ടോ? ഇല്ല ഇതാണ് ഫസ്റ്റ് ടൈം. ഇതിപ്പോ ഇത് കണ്ട് നിന്ന് പോയില്ലേ കുറച്ച് സമയം? തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ളതല്ലേ, നമുക്ക് കാണുമ്പോൾ അതൊരു നല്ലൊരു ഉത്സാഹം വരും. അതന്നെ. ഇവിടെ വരുമ്പോ എന്താണ് തോന്നുന്നത്? തമിഴ്നാട്ടിൽ നിങ്ങൾ യാത്ര ചെയ്ത് വരികയല്ലേ, എന്താണ് തോന്നുന്നത്? എല്ലാരും പറഞ്ഞു പൊങ്കാല വന്നിട്ട് നോക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, നമുക്കൊരു വിശ്വാസമല്ലേ, അത് കാരണമാണ് വന്നത്. ദേവിനെ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഈ വർഷം നമുക്ക് വന്ന് പൊങ്കാല ഇടാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് ആദ്യത്തേത്. അമ്മയോട് പറഞ്ഞു പൊള്ളാച്ചിന്ന് വന്നതാണ് അമ്മയെ കാണാനല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു എന്തു പറയാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും തരട്ടെ അമ്മ. അതന്നെ അത് തന്നെയാണ്. അതായത് ഇത്ര ദൂരം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അമ്മ വരുന്നുണ്ട്. അമ്മ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളാണോ? പൊങ്കാല കഴിഞ്ഞ് ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുവാ. കച്ചവടം കഴിഞ്ഞ് വരുവാ. ഈ സ്പോട്ടിലാ. പൊങ്കാല ഇടുന്നുണ്ടോ? ഇല്ല, പൊങ്കാല ഇടുന്നില്ല. കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടം നല്ല അടിപൊളി. വട, ഉണ്ണിയപ്പം, അച്ചാറ്. പലഹാരക്കടലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു കച്ചവടം നന്നായതിന്റെ സന്തോഷം അമ്മയുടെ മുഖത്തുണ്ട്. അപ്പൊ എന്തായാലും അമ്മ അനുഗ്രഹിച്ചു എന്നാണ് തോന്നുന്നത്. ശരി, അമ്മയുടെ വീട് എവിടെയാ? ശ്രീവരാഗം. ശ്രീവരാഗത്താണ്. ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പോവാണ്. ഓക്കെ.